കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നിരവധി മെഡലുകളുമായി ഇപ്പോൾ മുന്നേറുകയാണ്. വനിതകളുടെ 48 കിലോഗ്രാം ജൂഡോ വിഭാഗത്തിൽ അസ്മിത ഡേ ഇന്ത്യക്കായി ആദ്യ സ്വർണം ഉറപ്പിച്ചിരുന്നു. പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഹർഷ് സിംഗും ഇന്ത്യക്കായി സ്വർണം നേടി. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ജൂഡോയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമെന്ന അപൂർവ റെക്കോർഡും ഇതോടെ ഹർഷ് സിംഗ് സ്വന്തം പേരിൽ കുറിച്ചു. അതേപോലെ പുരുഷന്മാരുടെ ഡെക്കാത്തലണിൽ വെങ്കല മെഡൽ നേടി തേജസ്വിനി ശങ്കർ ഇന്ത്യൻ അത്ലറ്റിക്സിന് അഭിമാനമായി മാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ഡെക്കാത്തലൺ ഇനത്തിൽ ഒരു ഇന്ത്യൻ താരം മെഡൽ നേടുന്നത് ഇത് ആദ്യമായിട്ടാണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യ വെള്ളിയും വെങ്കലവും സ്വന്തമാക്കിയിരുന്നു. ഒളിമ്പിക് ചാമ്പ്യനായ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയപ്പോൾ ഇന്ത്യയുടെ മറ്റൊരു യുവതാരമായ യശ്വീർ സിംഗ് വെങ്കല മെഡൽ സ്വന്തമാക്കി. എന്നാൽ ഭാരോദ്വഹനത്തിൽ അജയ ബാബു നേടിയ ഒരു വെള്ളി മെഡലിന് തിളക്കം കുറച്ച് കൂടുതലാണ്. നേരത്തെ 2010 ഡൽഹിയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ താരമാണ് ആന്ധ്രാപ്രദേശുകാരനായ വല്ലൂരി ശ്രീനിവാസ റാവു. ഇപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ അച്ഛനേക്കാൾ മികച്ചൊരു നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ഖ്യാതി വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിലാണ് അജയ ബാബു വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. 21 വയസ്സുകാരനായി താരം ആകെ 330 കിലോഗ്രാം ഭാരമാണ് ഉയർത്തിയത്. 1 കിലോഗ്രാമിന്റെ നേരിയ വ്യത്യാസത്തിലാണ് മലേഷ്യയുടെ എറി ഹിദായത്ത് മുഹമ്മദിനോട് അജയ്ക്ക് സ്വർണം നഷ്ടമായത്. പിതാവ് വല്ലൂരി ശ്രീനിവാസ റാവു കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് അജയും സഞ്ചരിച്ചത്. ആന്ധ്രാപ്രദേശിലെ വേലഗഡ ഗ്രാമത്തിൽ ജനിച്ച അജയ് വളർന്നത് ഭാരോദ്വഹന അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. അച്ഛനെ കണ്ടാണ് അജയ്ക്ക് ചെറുപ്രായത്തിൽ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗിനോട് താല്പര്യം തോന്നിയത്. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന ശ്രീനിവാസ റാവു ഭോപ്പാലിൽ സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് മകനെ സ്ഥിരമായി വെയ്റ്റ് ലിഫ്റ്റിംഗ് പരിശീലന ക്യാമ്പുകളിൽ കൊണ്ടുപോകുമായിരുന്നു. ഈ സന്ദർശനങ്ങളാണ് അജയിൽ ഈ കായിക രംഗത്തോടുള്ള അഭിനിവേശം വളർത്തിയെടുത്തത്. 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസിൽ 56 കിലോഗ്രാം വിഭാഗത്തിൽ അച്ഛൻ നേടിയ വെങ്കല മെഡൽ അജയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കായി മെഡലുകൾ നേടണമെന്ന സ്വപ്നത്തിന് അത് തിരികൊളുത്തുകയും ചെയ്തു. അതിവേഗം മികവ് തെളിയിച്ച അജയ നാഷണൽ ജൂനിയർ ചാമ്പ്യനായി ഉയർന്നു. പിന്നീട് പട്യാലയിലെ ദേശീയ കോച്ചിംഗ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2023 ഖേലോ ഇന്ത്യ ഗെയിംസിൽ ജൂനിയർ 81 കിലോഗ്രാം വിഭാഗത്തിൽ അജയ സ്വർണം നേടി. ഈ കുതിപ്പ് തുടർന്ന് അജയ ബാബു ഉത്തർപ്രദേശിൽ നടന്ന 2023 നാഷണൽ ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലും സ്വർണം നിലനിർത്തി. അടുത്ത കൊല്ലം ഫിജിയിൽ നടന്ന സീനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ 79 കിലോഗ്രാം കിരീടവും സീനിയർ 81 കിലോഗ്രാം സ്വർണവും നേടി ഇരട്ട സ്വർണത്തോടെ താരം കരിയറിലെ വലിയൊരു നേട്ടവും സ്വന്തമാക്കി. അഹമ്മദാബാദിൽ കഴിഞ്ഞ വർഷം നടന്ന സീനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ 79 കിലോഗ്രാം വിഭാഗത്തിൽ ചാമ്പ്യൻഷിപ്പ് റെക്കോർഡോടെ സ്വർണം നേടി. അങ്ങനെ ഗ്ലാസ്ഗോ കോമൺവെൽത്തിലേക്കുള്ള യോഗ്യതയും ഉറപ്പാക്കി. ഗ്ലാസ്ഗോയിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നിട്ടും പതറാതെ പോരാടിയ അജയ ബാബു വെള്ളി മെഡൽ സ്വന്തമാക്കി. അച്ഛനെ പോലെ അജയും ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്യുകയാണ്. അച്ഛനെ പോലെ ഒരു പ്രമുഖ കായികമേളയിൽ രാജ്യത്തിനായി മെഡൽ നേടുക എന്ന എന്റെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കും. ഞാനും അച്ഛനും സ്വർണം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മലേഷ്യൻ താരം വെറും 1 കിലോഗ്രാമിന്റെ വ്യത്യാസത്തിൽ അത് സ്വന്തമാക്കി. എങ്കിലും വെള്ളി മെഡൽ വലിയൊരു നേട്ടമാണ്. എന്റെ അടുത്ത ലക്ഷ്യം ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുക എന്നതാണ്. കൂടാതെ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറൊന്നുമില്ല എന്നും വല്ലൂരി അജയ് ബാബു പറയുന്നു. അജയ എപ്പോഴും കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കുന്ന കുട്ടിയായിരുന്നു എന്നാണ് ശ്രീനിവാസ റാവു പറയുന്നത്. സാങ്കേതിക മികവിനൊപ്പം അവന്റെ മാനസിക കരുതും പെട്ടെന്ന് വളരാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്റെ ആദ്യ കോമൺവെൽത്ത് ഗെയിംസിൽ തന്നെ വെള്ളി മെഡൽ നേടാൻ കഴിഞ്ഞത്. 2010 ഞാൻ നേടിയ വെങ്കല മെഡലാണ് അവന് പ്രചോദനമായത്. സ്വർണം മാത്രം ലക്ഷ്യമിട്ടാണ് അവൻ ഗെയിംസിന് പോയത്. എന്നാൽ അത് നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായി. എന്റെ കരിയറിന്റെ സമയത്ത് ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ പിന്തുണയേ ഉണ്ടായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഞങ്ങളുടെ ഇളയ മകൻ അഖിലും നാഷണൽ ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ്. അവൻ അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തിന്റെ പേര് ഉയർത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ശ്രീനിവാസ റാവു പറയുന്നു.